ഇതാണോ പാതാളേശ്വർ? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓ, ഇതിവിടെ അങ്ങനെ കുഴിയായിട്ട് നിൽക്കണമായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പേര്? പാതാളേശ്വർ. ഗുഹയോ? ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കട്ടെ. ഇതാണ് സംഭവം. പാറ കൊത്തിയാണ് ഈ ടെമ്പിള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മളുടെ ചാനലിൽ തന്നെ മറ്റേ അജന്ത എല്ലോറ കേവ്സിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അതേ കൺസ്ട്രക്ഷൻ മെത്തേഡാണ് ഇതിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പാറയുടെ ഹൈറ്റ് കണ്ടില്ലേ? ഈ പാറയുടെ ഹൈറ്റിലുള്ള ടോപ്പിൽ സെയിം ലെവലിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടിയ ലെവലിലായിരുന്നു ഇവിടുത്തെ പാറയുടെ ആ ഒരു എന്താ പറയുക, ആ പാറയുടെ ആ ഒരു മാസ് ഉണ്ടായിരുന്നത്, ആ സൈസ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പാറ കൊത്തി താഴ്ന്ന് ഇവിടെ നിന്നും മുകൾ വശത്തുനിന്ന് ഇതിൻ്റെ ഔട്ടർ ലൈനിന് ചുറ്റിലും താഴ്ത്തി ഇതിൻ്റെ ബേസ് പോലെ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ബേസും ഈ പറയുന്ന ബേസ് ലെവലിൽ അത് കൊത്തിയെടുക്കൽ നിർത്തും. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കുഴിയായിരിക്കും. ഇവിടെ ഇങ്ങനെ റൗണ്ടിലൊരു സ്ട്രക്ചർ മാത്രം. പിന്നെ അകത്തേക്ക് കാർവ് ചെയ്താണ് ഈ ടെമ്പിള് പണി പൂർത്തിയാക്കുന്നത്. ഇതിൻ്റെ അടുത്ത് പോയി നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് ഭംഗിയായിട്ട് തന്നെ കാണാം. ഇതൊക്കെ അതേ മെത്തേഡിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ ഇത്രയും ലെവലിൽ പാറയുണ്ടാവും. ഈ സാധനമൊക്കെ കൊത്തി താഴ്ത്തി നമുക്കിങ്ങനെ വഴി ഉണ്ടാക്കണ പോലെ തന്നെ ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മളുടെ സാധാരണ കൺസ്ട്രക്ഷനൊക്കെ താഴേന്ന് മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. മുകളിൽ നിന്ന് താഴേക്ക് പണിതാണ് ഈ പറയണ എല്ലാ ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയെടുക്കുന്നത്. അതപ്പോൾ എത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ കൊത്തി എടുത്തുണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇതൊക്കെ മുകളിൽ നിന്ന് കൊത്തിയെടുത്തതിന് ശേഷം ഇപ്പോഴും ഏറ്റവും മുകൾ വശം ഇറഗുലർ ഷേപ്പിലാണ് നിൽക്കണേ. പക്ഷെ അതിൻ്റെ താഴേക്ക് ഭയങ്കര പെർഫെക്ഷനിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഈ ഓരോ കോർണർ പോലും ഈ ആംഗിൾ പോലും എല്ലാം പെർഫെക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നന്ദിയുടെ ഒരു രൂപവും നമുക്ക് കാണാം. ഇതിൻ്റെ അകത്തേക്ക് പിന്നെ നമുക്ക് പോകാൻ പാടില്ല, ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊക്കെ എത്ര ഭംഗിയായിട്ട് ഒരു ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും നമുക്ക് സൂപ്പർ കൊള്ളാം. ഇനി ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ അകത്തേക്കും കാഴ്ചകളുണ്ട്, നമുക്കതും കാണാം. നമ്മൾ ചെരുപ്പുകൾ ഊരി വെച്ചതിന് ശേഷമാണ് ഇനി അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നഗ്നപാതരായിട്ടാണ് ഇനി അകത്തേക്ക് പ്രവേശിക്കുന്നത്. എല്ലാവരും ചെരുപ്പ് ഊരിയാണ് അകത്തേക്ക് കയറുന്നത്. വാവ്, ഇത് തറയൊക്കെ പാറ കാരണം നമുക്ക് ചവിട്ടുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഒട്ടും ചൂടില്ല. ഇതിൻ്റെ അകമൊക്കെ നല്ല തണുത്തിരിക്കുന്നുണ്ട്. പാറയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാർവ് ചെയ്താണ് എല്ലാ സ്ട്രക്ചറും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇവിടെ നന്ദിയുടെ ഒരു പ്രതിമയുണ്ട്, സ്റ്റാച്ചു ഉണ്ട്. കുറച്ച് മണിയടിച്ചു, നമുക്കും ഒരു മണി അടിക്കാമല്ലോ.
ഇതിൻ്റെ റൂഫും എല്ലാം പാറയാണ്. പാറ കൊത്തി 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 അന്ന് കൊത്തിയെടുത്ത ആ പാടുകൾ നമുക്കിപ്പോഴും കാണാം. അന്ന് അവരുപയോഗിച്ച ആ വെപ്പൺസ്, അന്നത്തെ കാർവിങ് ഇപ്പോഴും നമുക്ക് ഇതിൽ ക്ലിയറായിട്ട് കാണാം. ഇവിടെ ഒരു ക്രാക്ക് പോലും വീണിട്ടുണ്ട്. ആ ക്രാക്കിലൊക്കെ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, നാണയങ്ങൾ തിരികെ വെച്ചിരിക്കുകയാണ്. നാണയങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അജന്ത എല്ലോറ ഗുഹയുടെ ഒരു ചെറിയ വെർഷനാണ്. ഒരുപാട് പേര് ഇത് കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഗ്രേറ്റ് വർക്കുകളാണ്. ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓ, ഇത് രാമഭഗവാൻ, ലക്ഷ്മണനും സീതാദേവിയൊക്കെയാണ്. എന്തൊക്കെയോ റിപ്പയർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയാണ് നമ്മളിതൊക്കെ കാണുന്നത്. എന്തായാലും ഇതൊരു ചെറിയ സംഭവമല്ല. ഇത് നമ്മൾ താഴേന്ന് മുകളിലേക്ക് കൊത്തി 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 എടുത്ത പാടുകളാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡോട്ടുകളായിട്ട് കാണുന്നത്. ഇത് നമുക്ക് ഈ ഇടനാഴിയൊക്കെ പണിതിരിക്കുന്നു. നമുക്ക് ഇതൊക്കെ ഒറ്റ കല്ലിൽ നിന്ന് നമ്മളിതിൻ്റെ ഉൾവശം കൊത്തിയെടുത്ത് ഈ പറയുന്ന ഈ കോളംസ് ആയാലും ഈ തൂണുകളായാലും ഇപ്പുറത്തെ സൈഡിലെ തൂണുകളായാലും എത്ര പെർഫെക്റ്റ്ലി, എത്ര കറക്റ്റായിട്ട് ഒരേ ലൈനിൽ വരുന്നതെന്ന് നോക്ക്. നമ്മളിപ്പോൾ പോലും നമ്മളുടെ പുതിയ മോഡേൺ കൺസ്ട്രക്ഷനിൽ പോലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എത്ര ഭംഗിയിലാന്ന് നോക്ക്. ഒരേ ലൈനിൽ ഇതിൻ്റെ ടോപ്പിലെ ഫിനിഷിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം ഒരൊറ്റ ലൈനിലാണ് വന്നിരിക്കുന്നത്. നോക്ക്, ഇപ്പോൾ ഇവിടെ നോക്ക്, ഇതേ ലൈനിൽ ഒരൊറ്റ ലൈനിലാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇത്ര പെർഫെക്ഷനോട് കൂടിയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ലെഗസി. എത്ര പേരുടെ കഷ്ടപ്പാട്, അധ്വാനം, എന്തെല്ലാം ഉണ്ടാവും. ഇത് നിങ്ങളിവിടെ ഇരുന്നാ റെസ്റ്റ് എടുക്കുക. കൊള്ളാം, അടിപൊളി. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും ഒരു തവണയെങ്കിലും അജന്ത എല്ലോറ കേവിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും, അത് ഔറംഗാബാദിനടുത്താണ്, അവിടെ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്നും ഒരു തവണയെങ്കിലും കാണേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.